ഇത് ഗില്ലുള്ളതുകൊണ്ടാണ് ഒരു കുഴപ്പം. ബാറ്റിംഗ് തലങ്ങും വിലങ്ങും ഒക്കെ മാറി. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ്. ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ പാടുന്ന ഗാലറിയിൽ കൊണടിക്ക് എളുപ്പമാണെന്ന് സെയിം സാധനം. അതാണ് ഗംഭീർ. ഹായ്, നമസ്കാരം, വണക്കം. വീക്ക്ലി പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 4 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ODI കഴിഞ്ഞു, നമ്മൾ 2020 തുടങ്ങി, 2 2020 കഴിഞ്ഞു, ഇന്ന് 3ാമത്തെ 2020 ആണ്. അപ്പോൾ ODIയുടെ പറ്റി ഒരു ചെറുതായിട്ട് അഖിലേഷ് പറയുന്നതാണ്. അഖിലേഷ്, ODI റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ 1 ന്യൂസിലാൻഡ് 2 വേറെ കളിച്ചില്ല, അത്രേ വരുള്ളൂ. 2-1 ഇന്ത്യ സീരീസ് തോറ്റു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 38 വർഷത്തിന് ശേഷം. അതാദ്യമായിട്ട് നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് തന്നെയാണ് റെക്കോർഡ് ബ്രേക്കർ. അതെ, റെക്കോർഡ് ബ്രേക്കർ ആണ് GG എന്ന് പറയുന്നത്. പുതിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അത് ഇനി അടുത്ത റെക്കോർഡ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എല്ലാം വേൾഡ് കപ്പിനകത്താണ്. പാകിസ്ഥാൻ തോപ്പിച്ചിട്ടില്ല, അങ്ങനെ കുറച്ച് റെക്കോർഡ്. ചിലരും നമ്മളെ തോപ്പിച്ചിട്ടില്ല. അതിന് വേറൊരു റെക്കോർഡ് ഉണ്ട്, ഒരു ടീം അടുപ്പിച്ച് വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. അത് ശരിയാണല്ലോ. അതെടുക്കില്ല, നല്ലതൊന്നും നമുക്ക് കിട്ടത്തില്ല, നല്ലതൊന്നും നമുക്ക് അങ്ങനെ എടുക്കാറില്ല. ഇങ്ങനത്തെ റെക്കോർഡാണ്. നല്ലത് പറഞ്ഞാൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. റാണയുടെ സ്കില്ല് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം. നമ്മളിപ്പോ എല്ലാ വീട്ടിലും പറയുന്ന എല്ലാത്തിനും നമ്മൾ റാണയെ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളത് ഖേദിക്കുന്നു. നമുക്ക് ഇന്ന് ഓഡിയോ സീരീസിന്റെയും കൂടെ റാണയുടെ ചെറിയൊരു പെർഫോമൻസ് നമ്മൾ എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 50 ഉണ്ട്, എല്ലാ കളിയിലും വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് ഇന്നിംഗ്സിൽ. പക്ഷെ നമ്മൾ എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി പുള്ളിക്കാരൻ 50 എടുത്തായിരുന്നു. അതായത് പക്ഷെ അതിനെ പറ്റി ആരും ചർച്ച ചെയ്തില്ല. കാരണം റാണ അത്രയും വലിയൊരു സെയിം 50 തന്നെയാണ്. പക്ഷെ ക്രൂഷ്യലാണ്, രണ്ടുപേരുടെയും ക്രൂഷ്യലാണ്. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കാത്തത് റാണയുടേതായിരുന്നു. ഞാൻ നിതീഷ് കുമാറിനെ പ്രതീക്ഷിച്ചില്ലേ. അവിടെ നിന്നെങ്കിലും പ്രതീക്ഷിക്കേണ്ടി ചെറുതായിട്ടെങ്കിലും. അല്ല, റാണയുടെ 2 വീശുണ്ടപ്പോ മനസ്സിലായി എന്തായാലും കുറച്ചു പേര് പോകുന്നുള്ളത്. വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ. പിന്നെ അതിനുശേഷം കോഹ്ലിക്ക് പിന്നെ കുറച്ച് ഇതായി. കാരണം അടുത്ത ബോളിൽ തന്നെ സിറാജ് ഔട്ടായി. ഡക്ക് ഫസ്റ്റ് ബോൾ തന്നെ പോയി. പിന്നെ കോഹ്ലിക്ക് ഫുൾ പ്രഷറായി. പിന്നെ കോഹ്ലി സെഞ്ചുറി എങ്കിലും അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അത് നടന്നില്ല. കോഹ്ലി സെഞ്ചുറി അടിച്ചല്ലോ മൂന്നാമത്തെ മാച്ചിൽ. 124. രണ്ടാമത്തെ മാച്ചിലാണ് സെഞ്ചുറി അടിച്ചത്. അല്ല, മൂന്നാമത്തേല് 124. അവസാനം മറ്റേ ഏത് മാച്ചിലാ സെഞ്ചുറി മിസ്സായത്? ഫസ്റ്റ് രണ്ടും കൂടെ മിക്സ് ആയി. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 2020 വരാം. ആദ്യത്തെ 2020 ടോസ് കിട്ടിയ ഇന്ത്യ ബാറ്റ് ചെയ്യും. 238 സ്കോർ. അത് വളരെ മികച്ച ബാറ്റിംഗ് തന്നെ കാഴ്ചവെച്ചത്. അപ്പൊ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അശ്വിനായിരിക്കും പറയുന്നത്. നേരത്തെ ഒന്നും പറഞ്ഞില്ല. ആ ഇന്നിങ്സിൽ ബാറ്റിംഗിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ്, റിങ്കുവിന്റെ ഫിനിഷിംഗ്. റിങ്കു എത്രയോ നാളിന് ശേഷം ബെഞ്ചിലിരുത്തി, വീട്ടിലിരുത്തി, പിന്നെയും ബെഞ്ചിലിരുത്തി, പിന്നെയും വീട്ടിലിരുത്തി, അവസാനം ഗ്രൗണ്ടിലിറക്കി. അങ്ങനെ വിദേശ ശർമ്മയ്ക്ക് മാറ്റി വീണ്ടും എത്തി. പുള്ളിക്കാരൻ കഴിവ് തെളിയിച്ചു. അപ്പം റിങ്കുവിന്റെ ആ ഒരു പെർഫോമൻസ് നല്ല തന്നെയായിരുന്നു. ഇങ്ങനെയാണ് ലാസ്റ്റ് ഓവർ. പിന്നെ ബോളിംഗില് എന്താ പറഞ്ഞ ബോളിംഗ് ഞാൻ പറഞ്ഞു. ബോളിംഗ് ആർക്ക് വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്? കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ T20 പക്ഷെ ഇന്ത്യ മാച്ച് 48 റണ്ണിനാണ് ജയിച്ചത്. അപ്പൊ ഇനി നന്നായിട്ട് ബോൾ എറിയണമെന്നാണ് എന്റെ ഒരു നിഗമനം. ബുംറ വിക്കറ്റ്, കുറെ കാലത്തിന് ശേഷം ബുംറ വിക്കറ്റ്ലെസ് ആയി ഒരു ചേസില്. പിന്നെ ബുംറ 8 റൺ എക്കോണമിയുടെ മേളിൽ പോയി കുറെ കാലത്തിന് ശേഷം. അങ്ങനെ വെച്ച് നോക്കിയപ്പോ രണ്ടാമത്തെ മാച്ചിൽ ബുംറയെ കളഞ്ഞതാണോ റെസ്റ്റ് ചെയ്തതാണോ നമുക്ക് തന്നെ ഒരു വലിയ ഡൗട്ടാണ്. കാരണം ഓൾറെഡി 1 ഡേ സീരീസിലും റെസ്റ്റ് കൊടുത്ത ആൾക്ക് വീണ്ടും T20 ഒരു മാച്ച് കഴിഞ്ഞപ്പോ റെസ്റ്റ്. ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അത് റെസ്റ്റ് ഒന്നുമല്ല, മാറ്റിയത് തന്നെ. കാരണം ഗംഭീറിന് 8 ബാറ്റേഴ്സ് ഇല്ലാതെ കളിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് റാനെ ബാറ്റിംഗ് നടക്കുമല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? റാന ബാറ്റ് ചെയ്തില്ല. പക്ഷെ T20 പറ്റിയൊരു അപ്രോച്ച് തന്നെയാണ്. കാരണം എല്ലാവരും കളി, കാരണം ചെറിയ ഫോർമാറ്റ് ആണ്, പരീക്ഷണം നല്ലതാണ്. പക്ഷെ അത് ടെസ്റ്റിലും വൺഡേയിലും വരുമ്പോഴാണ് ഈ അനുഭവം പാച്ചാളികൾ എന്ന് പറയുന്നത് പോലെ ബാറ്റർ ഇല്ലാതെ ടെസ്റ്റിംഗ് വരും. എല്ലാ ഓൾറൗണ്ടർമാരും
അങ്ങനെയുള്ള പ്രശ്നം. ആ സഞ്ജുവിനെ പറ്റി പറയാം. സഞ്ജു രണ്ടാമത്തെ ബോൾ 6 അടിച്ചു, വലിയ സന്തോഷിച്ചു. 4ാമത്തെ ബോളിൽ ഔട്ടായി. അഞ്ചാമത്തെ ബോളിൽ ഔട്ടായി. പിന്നെ അടുത്ത ഓവർ അഭിഷേക് ശർമ്മ വന്നു, ഫസ്റ്റ് ബോൾ ഇത് ഔട്ടായി. അതിനുശേഷം രണ്ടുപേരും വന്നപ്പോ നമ്മുടെ സിറാജ് രണ്ട് ഓപ്പണർ കൈയും ഇഷാനും വരുന്നു. ഫസ്റ്റത്തെ മുട്ടല് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇന്ത്യ കളി തോറ്റുന്ന രീതിക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷേ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ന്യൂസിലൻഡ് ആർക്കും ഒരു പിടിയില്ല. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. എടുത്തു പറയേണ്ടത് ആ ഗ്രൗണ്ട് കമ്പാരിറ്റീവ്ലി ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രൗണ്ടാണ്. അത് നല്ലപോലെ മിസ്യൂസ് ചെയ്തു നമ്മുടെ രണ്ട് ഓപ്പണർമാര്. സഞ്ജു പിന്നെ യൂസ് ചെയ്യാൻ നോക്കി രണ്ടുപേരും ഔട്ടായത് ഒരേ സൈഡില് ഒരേ നല്ല ഗ്രൗണ്ടിലെ ഏറ്റവും ഫർദസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള സൈഡിലോട്ടാണ് രണ്ടുപേരും ഔട്ടായത്. അതായത് രണ്ടുപേരും മിസ്കാൽക്കുലേറ്റ് ചെയ്തു ഗ്രൗണ്ടിന്റെ വലിപ്പം. എന്നിട്ട് ശിവൻ 105 മീറ്റർ ഒരുപാട് സിക്സുകൾ പോയിരുന്നു കഴിഞ്ഞ എല്ലാ സിക്സുകളും 90-80. കാരണം പറഞ്ഞല്ല ഗ്രൗണ്ട് വലുതാണ്. അങ്ങനെ ആ കളി പിന്നെ അത് പറയാൻ ഒരുപാട് പേര് പറയണ്ട, എല്ലാരും പറയാറുണ്ട്. ഇന്ത്യയുടെ സക്സസ്ഫുൾ 200+ ചേസ്, വൺ ഓഫ് ദ 200+ ചേസ്, ഹൈയസ്റ്റ് സക്സസ്ഫുൾ 200+ ചേസിന്റെ ജോയിന്റ് റെക്കോർഡായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ കളി 14 ഓവറിൽ ഫിനിഷ് ചെയ്തു. അവസാനത്തെ 3 റൺ പയ്യെ ഓടിയെടുത്തായിരുന്നു. എടുത്ത് പറയാനുള്ളത് ഇന്ത്യയുടെ ബോളിംഗ് തന്നെ ആയിരുന്നു. ആദ്യത്തെ 10 ഓവറിൽ 113 എങ്ങാണ്ടോ ആയിരുന്നു. 111 ഹർഷദീപ് 18 ആദ്യത്തെ 2 ഓവറിൽ 37 റൺ ഹർഷദീപ് കൊടുത്തു. അതിനുശേഷം 2 ഓവർ ഒരു ബൗണ്ടറി പോലും കൊടുക്കാൻ നേരെ സമ്മതിച്ചിട്ടില്ല. അതെ അതിന് നമുക്ക് എടുത്ത് പറയേണ്ടത് വലിയ കംബാക്ക് ആയിരുന്നു. പിന്നെ വരുൺ ചക്രവർത്തി ക്രൂഷ്യൽ മൊമെന്റ്സിൽ വിക്കറ്റ് എടുത്തു. റണ്ണ് കുറച്ച് ചെറുത് ലീക്ക് ആയിരുന്നാലും വിക്കറ്റ് എടുത്തു. നമ്മുടെ വിക്കറ്റ് എടുത്ത 6 പോയ ബോളിനൊന്നും കുറ്റം പറയാൻ പറ്റാത്ത ബോളുകളാണ്. അത് ഗ്ലെൻ ഫിലിപ്സ് അങ്ങനെയാണ് കളിച്ചത്. ഗ്ലെൻ ഫിലിപ്സ് ആണെന്ന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എങ്ങനെ ഉരുട്ടിയായിരുന്നാലും നമ്മൾ കമന്റേറ്റേഴ്സ് പോലും പറഞ്ഞു നല്ലൊരു ബോൾ തന്നെയായിരുന്നു, എന്നിട്ടും 6 പോയതാണ്. പക്ഷെ അവിടെ പെട്ടെന്ന് തന്നെ 6 പോയി 2 ഗോൾ ശേഷമാണ് ഔട്ടായത്. സോ അത് വളരെ മികച്ചൊരു ഇത് തന്നെയായിരുന്നു. ആഷ്യൻ ബാക്കി ബോളിങ്ങിനെ പറ്റി ഇതൊക്കെ പറഞ്ഞു. എടുത്തു പറയാൻ ഒരു കാര്യമില്ല. പിന്നെ എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട്. നമ്മൾ ബാറ്റിംഗ് നമുക്ക് ബാക്കി പറഞ്ഞില്ലേ, നമ്മൾ സ്കൈ എടുത്തു. പിന്നെ സ്കൈയുടെയും ഇഷാൻ കിഷന്റെയും ബാറ്റിംഗ് 450 ദിവസവും. അതെ 480 സംതിങ് 24 അവസാനത്തെ 50 വന്നത്. അത് ബംഗ്ലാദേശിനെതിരെ. എത്രയോ മാച്ചസിന് ശേഷമാണ്. വർഷം കഴിഞ്ഞടാ. പ്രത്യേകിച്ച് മാച്ചസിന്റെ ഗ്രൂപ്പിലുണ്ട്, ഞാൻ മറന്നു. അതിനുശേഷമാണ് ഒരു ഹാഫ് സെഞ്ചുറി വരുന്നത്. എല്ലാവരും ഫോമിൽ വരട്ടെ, നന്നായിട്ട് കളിക്കട്ടെ. ഓപ്പണർമാർ ഫോമിലാവട്ടെ, സഞ്ജു നന്നായിട്ട് കളിക്കട്ടെ. ഇല്ലെങ്കിൽ എടുത്ത് മാറ്റിയിടട്ടെ. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയെന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഇഷാൻ കിഷന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു ഇന്നത്തെ കളിയിലും വരാതെ കളിച്ചില്ലെങ്കിൽ സഞ്ജു നമുക്ക് ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഗില്ലിനെ പുറത്താക്കിയത് ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഇത് സഞ്ജുവിനെയും പറഞ്ഞ് പുറത്താക്കേണ്ടി വരും. 4 അടിക്കൂല, 6 അടിക്കൂലായിരുന്നു. അല്ല 102 സ്ട്രൈക്ക് റേറ്റ് കളിക്കും. പക്ഷേ റൺസ് അല്ലേ ഒന്നുമില്ല, 120 കളിക്കും. അങ്ങനെ പറയില്ലേ. സഞ്ജു പിന്നെ 3 ബോൾ 6 സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് T20 പറയാനുള്ളത്. അപ്പോൾ 3ാം T20 നടക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് എന്താണ് എനിക്ക് തോന്നുന്നത്, ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? വേണമെന്നില്ല. മാറ്റങ്ങൾ ബുംറ തിരിച്ചു വരും. ഹർഷദീപിനെ മാറും. ഏതാ ഗ്രൗണ്ട്? ഗുവാഹട്ടി. അപ്പം ഇച്ചിരി വലിപ്പമുള്ളത് ബുംറ എന്തായാലും കാണാം. വേൾഡ് കപ്പിന് ആവശ്യമുള്ളതായതുകൊണ്ട് വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് മിക്കവാറും സ്പിന്നിനെ തന്നെ കളിപ്പിക്കും. പ്രാവശ്യം ഹർഷദീപിന് പകരം ചിലപ്പോ ബുംറ വരാം. ചിലപ്പോ വരും. പിന്നെ ഹർഷദീപിനെ മാറ്റണമെന്ന് കാരണം റാണെ മാറ്റാൻ പറ്റൂലല്ലോ. ബുംറയ്ക്ക് തിരിച്ചായ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ വേറെ സ്പിന്നർ ആയിരുന്നു കുൽദീപ് അടിയും മഞ്ചിരുന്നല്ലോ. പിന്നെ ആരെ പിടിച്ച് മാറ്റും. പക്ഷെ വലിയൊരു എക്സ്പീരിയൻസ് പ്രതീക്ഷകൾ നടക്കുന്നില്ല. അതാണ്
എല്ലാരും പറഞ്ഞാണ്. ആ ബാറ്റിംഗ് ഓവറിൽ ഒരു കുഴപ്പമില്ല. ഇത് ഗില്ലുള്ളതുകൊണ്ടാണ് ഒരു കുഴപ്പം. ബാറ്റിംഗ് ഓവറൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ മാറി. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ്. സൂര്യ ഫോമാവുന്നു. ഇത് ഇന്റർവ്യൂ രംഗത്ത് ഇത് ഗില്ലില്ല, പക്ഷെ ടീം ബാറ്റിംഗ് ലൈനപ്പ് ഒരു തരി മാറ്റേണ്ടി പറഞ്ഞില്ല. 2 കളി 200 കയറി. ഗില്ല് പരിക്കൊന്നും മാറിയിട്ട് ആ കളി അപ്പോഴും കുഴപ്പമില്ലായിരുന്നു, അടിപൊളി സ്മൂത്ത് ആയിട്ട് പോയി. ഞാനിപ്പോ ഗില്ലിന്റെ ഒരു കാര്യം പറയാൻ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഗില്ല് ക്യാപ്റ്റനായി ഓൾ ഫോർമാറ്റ്സ്. അതിനുശേഷം ഇന്ത്യ സീരീസുകൾ തോക്കുന്നു. ഗില്ല് പരിക്കായി. വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെ ടെസ്റ്റ് ഹോം. എന്നിട്ട് പുള്ളി ഇന്ത്യയുടെ ODI ക്യാപ്റ്റൻസിൽ ഓസ്ട്രേലിയയിൽ പോയി, അവിടെ തോറ്റു. തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നു. അപ്പൊ സൗത്ത് ആഫ്രിക്ക വന്നപ്പോ പരിക്കായി. അപ്പം പുള്ളിയില്ല, രാഹുൽ ക്യാപ്റ്റനായി. ഇന്ത്യ സീരീസ് ജയിച്ചു. വീണ്ടും ഓക്കെ ആയി. T20 ടീമിൽ എടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും വൺഡേ ടീം തിരിച്ചു വന്നു, അവിടെ ക്യാപ്റ്റനാക്കി. സീരീസ് വീണ്ടും തോറ്റു. ഇനി എന്നിട്ട് നമ്മള് T20 നോക്കൂ, എന്ന് ഗില്ല് മാറിയോ അങ്ങോട്ട് 200 വീണ്ടും കാണുന്നു. പിന്നെ എടുത്ത് പറഞ്ഞു ഗില്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം ഗംഭീർ എന്ത് പറഞ്ഞാലും കേൾക്കും. എടാ അവനെ പിടിച്ച് മാറ്റി, ഓക്കെ എടാ മാറിക്കടാ. അതായത് നമുക്ക് പല കളിയിലും കണ്ടറിയാം, ഈ ഫീൽഡിങ്ങും ബോളിംഗ് നിയന്ത്രിക്കുന്ന ഗൗതം ഗംഭീറാണ്. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് ODIയില് 50 അടിച്ച് നിന്ന റാണയൊക്കെ എടുത്ത് ഗംഭീർ ഒരു പ്രാക്ടീസ് പറഞ്ഞെടുത്തു. അടുത്ത ബോൾ വിക്കറ്റ്. നിങ്ങളത് ശ്രദ്ധിച്ച് T20 നോക്കിയായിരുന്നു. T20 ശ്രദ്ധിച്ചില്ലേ? റാന ഫസ്റ്റ് ഓവർ വിക്കറ്റ് മെയ്ഡൻ. 6 ഓവർ കഴിഞ്ഞപ്പോ ഗംഭീർ വന്ന് പ്രാക്ടീസ് പറഞ്ഞു. അടുത്ത 2 ഓവർ 37. അടുത്ത 2 ഓവർ 37 പറയാനുള്ളത് നമ്മൾ പണ്ടെപ്പോഴും പറയായിരുന്നു, ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ പാടാണ്, ഗ്യാലറിയിൽ നിന്ന് കൊണടിക്ക് എളുപ്പമാണെന്ന്. സെയിം സാധനം. അതാണ് ഗംഭീർ. അത് കോച്ചാവുന്നതിന് മുമ്പ് അത് തന്നെ, കോച്ചിന് ശേഷം അത് തന്നെ. ഒരു മാറ്റമില്ല, കൊണയടിക്കുകയാണ് എഫക്റ്റീവായിട്ട് നടക്കുന്നില്ലേ? എന്തോന്നു എതിർ ടീമായിരിക്കും. അറ്റ്ലീസ്റ്റ് T20 കളി ജയിക്കുന്നുണ്ടല്ലോ. അതാ ഹാർട്ടേക്ക് ബാക്കി. സത്യം അതാണ്. കഴിഞ്ഞ ഏഷ്യ കപ്പിന് അതിന് മുമ്പത്തെ സീരീസ് തൊട്ട് നോക്കിയാൽ ആരെങ്കിലും ഒരാളെങ്കിലും കളിച്ച് ജയിപ്പിക്കും. ഞാൻ ഗില്ല് മാറുന്നു, 200 കാണാൻ തുടങ്ങുന്നു. ഗൗതം ഗംഭീറും കൂടി മാറിയാൽ ഈ സാധനം മാറണം, എനിക്ക് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഗൗതം ഗംഭീർ കാരണം T20 മാത്രം കോച്ചെത്തുന്ന ഇതുപോലെ ശാസ്ത്രീയമാണ് ടെസ്റ്റ് കൊടുത്തത്. ഇതുപോലെ സംഭവങ്ങളാണ് ഇന്ത്യ തോപ്പിക്കുന്നത്. കാരണം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഗ്രൗണ്ടിൽ അടുത്തേക്കുന്ന ആൾക്കാർ അതോറിറ്റി ഇല്ല. ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ ആർക്ക് കളിച്ചാലും ആ സമയത്ത് എന്താ നടക്കുന്നത് ഗ്രൗണ്ടിലുള്ളവർക്ക് അറിയുള്ളൂ. ഗ്രൗണ്ടിലുള്ള പ്രഷറും ഗാലറിയിലുള്ള പ്രഷർ രണ്ടാണ്. നമുക്കൊരു നിശ്ചയ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. നമുക്ക് അതേ പറ്റുള്ളൂ, അല്ല അവിടെ ചെന്ന് കളിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് ഐഡിയ കാണും. ഐഡിയ കൊണ്ട് ക്യാപ്റ്റനായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഇത് നടക്കുമോ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ 2 ഓവർ 36 കൊടുക്കുന്നു. ഇന്ന ഐഡിയാസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കോച്ചിന്റെ ജോലി. ഇപ്പൊ 3 ഫോർമാറ്റിൽ ഒരേ ക്യാപ്റ്റന് പകരം 3 ഫോർമാറ്റിൽ 3 കോച്ചായി ശാസ്ത്രീയമാണ് ടെസ്റ്റ് ചെയ്യുന്നു. എന്നാ പറയും ക്യാപ്റ്റന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാണ്. നേരത്തെ കോച്ചിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടെന്ന് പറഞ്ഞാൽ ഒരാളാക്കിയത്. നമുക്ക് 3 ക്യാപ്റ്റൻ, 3 കോച്ച്, 3 കോച്ച്, 3 ക്യാപ്റ്റൻ സെറ്റ്. അത് കാര്യമുണ്ടല്ലേ? ഗില്ലിനെ പറ്റിയാലും തീരുന്ന പ്രശ്നമില്ല. ഗില്ലിന്റെ ഞാൻ ബാക്കി 2 ഫോർമാറ്റിൽ ഞാൻ പറഞ്ഞു. 20 മാത്രമേ ഞാൻ പറഞ്ഞു. ടെസ്റ്റിൽ വൺഡേയിൽ ഞാൻ പറയൂല. കളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ടാലന്റഡ് ആണ്. ക്യാപ്റ്റൻസി പക്ഷേ ബാറ്റിംഗ് പെർഫോമൻസ് ടെസ്റ്റിലും ODIയിലും നമ്മൾ ഇത്രയും ഗില്ലിനെ സ്ഥിതിക്ക് 2 മാച്ചിൽ നല്ലപോലെ കളിക്കാത്ത സഞ്ജുവിനെ 2 വാക്ക് പറയണം. സഞ്ജു കളിക്കുന്നില്ല. സഞ്ജു നന്നായിട്ട് കളിക്കേണ്ട കാര്യമുണ്ട്. സഞ്ജു കളിക്കുക, കാരണം നമുക്കൊരു 300 അടുത്ത് എത്താവുള്ളതാണ്. എല്ലാവർക്കും ഇപ്പൊ തന്നെ 2 പ്രാവശ്യം 300 അടുത്തെത്തിയത് സഞ്ജുവിന്റെ സെഞ്ചുറി തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും പ്രാന്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ അഭിഷേക് ശർമ്മയ്ക്ക് ഇടയ്ക്ക് പ്രാന്ത് വരാറുണ്ട്. ഇന്നും കൂടെ ഇനി കളിച്ചില്ലെങ്കിൽ അടുത്ത 2 കളിയിൽ എടുത്ത് കളി. ഇവിടെ ഒരു മാച്ച് ഉണ്ട്. ആ മാച്ചിൽ സഞ്ജു അല്ലെങ്കിൽ ഗംഭീറിനെ നാട്ടുകാരെടുത്തിട്ട് അടിക്കും. കളിപ്പിച്ചാലും നാട്ടുകാരെ പിടിച്ചിരിക്കും. ഞാൻ ആലോചിച്ചു, ബോഡി പോലും ഇല്ലാതെ സഞ്ജു ഒന്ന് ബെഞ്ചിരിക്കുന്ന കാലത്താണ് ശാസ്ത്രീയമാണുള്ള സമയത്ത് ഇങ്ങനെ കളി ടീം എന്നിട്ട് അതാണ് അന്നൊക്കെ എന്തൊക്കെ ബഹളമായിരുന്നു. അപ്പൊ ഓപ്പണറായ സ്ഥിതിക്ക് ഇങ്ങനെ വന്ന ഈ ഗ്രൗണ്ടിൽ സഞ്ജുവിന് T20 സെഞ്ചുറീസ് ഉള്ളതാണ്. ഗ്രീൻഫീൽഡിൽ ഇതുപോലെ വരുന്നു, പ്രാക്ടീസ് പറയാൻ ഗംഭീർ വരുന്നു. മലയാളികളാണ് അറിയാമല്ലോ, ചീത്ത വിളിയായിരിക്കും. അവിടെ ഗംഭീർ ഹൊയ് ഹൊയ്, അത് മാത്രമേ അവിടെ നടക്കാറുള്ളൂ. ഇവിടെ അതല്ല നടക്കുന്നത്. പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് സഞ്ജുവിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ.
സഞ്ജുവിന് പിന്നെ വേറെ കുറച്ച് സഞ്ജുവിന് അത് ഗംഭീരോട് വേറെ അപ്രീഷിയേറ്റിംഗ് യു എന്നേ പറയത്തുള്ളൂ. ടീം നിൽക്കണ്ടേ? അതുകൊണ്ട് അതങ്ങനെ സച്ചിന്റെ ഒരു കാര്യം ഞാനൊന്ന് പോയി കണ്ടേ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട പരിപാടി ഒന്നുമില്ല. അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ആഴ്ച ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യ 3 കളിയും ജയിച്ചു. സൂപ്പർ സിക്സിലേക്ക് അയ്യോ ഒരു വലിയ കാര്യം നമ്മൾ മറന്നു. വേൾഡ് കപ്പ് 2020 ബംഗ്ലാദേശ് പുറത്തായി. നമ്മൾ അത് വേറെ വീഡിയോ ഇട്ടാ പോയി. അത് നമ്മൾ അത് weekly ല് വേണ്ട. വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എന്റെ കിംബദന്തി നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നത് അത് നമ്മളെന്താ പറഞ്ഞത്, സ്കോട്ട്ലാൻഡ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിനെ പറ്റി പ്രത്യേക വീഡിയോ ഉടനെ ഉണ്ടാവും. ഉടനെ ഈ രണ്ടാഴ്ചക്കകത്ത് എന്തായാലും വീഡിയോ ഉണ്ടാവും. ഉടനെ വേൾഡ് കപ്പ് തീർന്നതിന് തലേ ദിവസമെങ്കിലും നമ്മള് പിന്നെ നമ്മുടെ ഇതെന്താ എന്തോന്ന് ഈ ബിഗ് ബാഷ് ബിഗ് ബാഷ് Big ഫൈനൽ Bash. ഫൈനൽ 6ാമത്തെ തവണയാണ് പെർത്ത് സ്കോച്ചേഴ്സും Scorchers. അത് മതി സിഡ്നി സിക്സേഴ്സും ഫൈനലിൽ വരുന്നത്. ഇത് നമുക്ക് 6ാമത്തെ സ്കോർ എന്താണെന്നറിയാം. അതെ, നമ്മൾ ഗാബയിലുള്ള അഖിലേഷ് വിളിക്കാണ്. അഖിലേഷ് പറയീഷ് ജയിച്ചിരിക്കുന്നു. സ്കോച്ചേഴ്സ് 6ാമത്തെ കപ്പ് അടിച്ചിരിക്കുന്നു. 6ാമത്തെ കൺഗ്രാജുലേഷൻസ്. ലൈവ് ന്യൂസ് ആണ്. നിങ്ങൾ നമ്മളെ തന്നെ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ലാസ്റ്റായിരിക്കും അറിയുന്നത്. നമ്മളാണ് ആദ്യം നമ്മൾക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്തത്, പക്ഷെ നിങ്ങൾ അവസാനമായിരിക്കും അറിയുന്നത് നമ്മളുടെ ഫുട്ടേജ് ഡേറ്റ് ഒക്കെ ജയിച്ചിരിക്കുകയാണ്. അപ്പോ ഇനി നമ്മള് ഇനി SA20 ഫൈനൽ ഇന്ന് രാത്രി നടക്കുവാണ്. SA20 ഫൈനൽ ഇന്ന് രാത്രി നടക്കുന്നു. ആരൊക്കെയാണ് ഫൈനലിൽ വരുന്നത്? സൺറൈസേഴ്സ് അങ്ങനെ 4ാമത്തെ സീസണിൽ 4ാമത്തെ ഫൈനലും കളിക്കാൻ പോവുകയാണ്. അവർ നേരിടാൻ പോകുന്നത് പ്രിട്ടോറിയ ക്യാപിറ്റൽസിനെയാണ്. പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ ഫസ്റ്റ് ഫൈനലാണ്. എല്ലാ ടീമും ഫസ്റ്റ് ഫൈനലാണ്, സൺറൈസേഴ്സ് ഒഴിച്ച്. കാരണം 4 സീസണിൽ ടൂർണമെന്റ് തുടങ്ങി 4 സീസൺ ആയുള്ളൂ. അതിൽ 4ലും അവർ തന്നെയാണ് ഫൈനൽ. 2 കപ്പ് അടിച്ചു. ആദ്യത്തെ 2 മൂന്നാമത്തത് MI കേപ്പ് ടൗൺ അവരെ നടിച്ചോണ്ട് പോയി. ഇനി പ്രിട്ടോറിയ ക്യാപിറ്റൽസ് അവരെ നടിച്ചോണ്ട് പോകുന്ന നമുക്ക് കണ്ടറിയാം. കൂടുതൽ ഡിഗ്രി വേണ്ട, വേറെ വീഡിയോ ഇടാൻ അതിനെപ്പറ്റി നമുക്ക് അധികം അറിയത്തില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് അറിയാൻ വേണ്ടി ലേറ്റസ്റ്റ് ന്യൂസ് ലേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി നമ്മളെ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഗ്രൂപ്പിലുണ്ട്. ഏത് ഗ്രൂപ്പില്? നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത ആഴ്ചയിലെ പോഡ്കാസ്റ്റുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് നൈറ്റ്.